ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഇങ്ങനൊരു കമൻറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം അതിൽ ഉണ്ടാകുന്ന ഈസ്റ്റ്, അതായത് അതാണ് ഫംഗലായിട്ട് വരുന്നത്, ഫംഗൽ ഇൻഫെക്ഷൻ. അതിൽ നല്ല ഫംഗസും ഉണ്ട്, അതുപോലെ അണുക്കൾ വരുന്നുണ്ട്, നല്ല ഇതും ഉണ്ട്. അതായത് നമ്മളെ ബോഡിക്ക് നല്ല രീതിയിൽ എടുക്കുന്നതുകൊണ്ട് അതുപോലെ മോശം രീതിയിൽ എടുക്കുന്നതുകൊണ്ട്. അത് ഫസ്റ്റായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഇപ്പം ചെറിയ കുട്ടികൾക്കടക്കം ഈ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് യൂറിൻ പാസ് ചെയ്ത ശേഷം നന്നായി ക്ലീൻ ചെയ്യാതിരിക്കുക. കഴിഞ്ഞ് അത് വൈപ്പ് ചെയ്താൽ മാത്രമേ ആ ഇൻഫെക്ഷൻ വരാതിരിക്കുള്ളൂ. അത് കുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഇപ്പോൾ ചെയ്യുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്ത് നേരെ വരും, അത് ക്ലീൻ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് പിന്നെന്ന് വെച്ചാൽ, വലിയവർക്കായിക്കോട്ടെ യൂറിൻ പാസ് ചെയ്ത ശേഷം കഴുകിയ ശേഷം നന്നായി വൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ, കാരണം ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഹസ്ബൻഡിനുണ്ടെങ്കിൽ, അതായത് ഇൻ്റർകോഴ്സ് സമയത്ത് ഹസ്ബൻഡിനുണ്ടെങ്കിൽ വൈഫിന് ഇത് സ്പ്രെഡ് ആവാനും അതുപോലെ തിരിച്ചും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ളവർ ആ സമയങ്ങളിൽ മെഡിസിൻ എടുക്കുന്ന സമയങ്ങളിൽ ബന്ധം ഒഴിവാക്കും. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ രാവിലെ യൂറിൻ പാസ് ചെയ്ത ശേഷം കുറേ ഗ്യാപ്പ് ഇട്ടിട്ട്, ഒന്നെങ്കിൽ ചിലപ്പം വീട്ടിൽ വന്ന ശേഷം മാത്രമേ യൂറിൻ പാസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്നതാണെങ്കിൽ, ലോങ് യാത്ര ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ആവുന്ന സമയത്തും ഇതുപോലെ ഈർപ്പം നിലനിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വൈപ്പ് ചെയ്യുന്ന സമയത്തും ഒരുപോലെ, അതായത് പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതെ അതുപോലെ പിന്നെ നോർമൽ വാട്ടറിൽ വൈപ്പ് ചെയ്യുന്നത്, അതായത് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് എപ്പോഴും ബാത്റൂമിൽ തന്നെ വെക്കുക. അതുപോലെ അത് വൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. കാരണം ഇങ്ങനെയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടർ യൂസ് ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ്. അതായത് യൂറിൻ പാസ് ചെയ്തു നന്നായിട്ട്, അതായത് ഒരേപോലെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ അതിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈർപ്പം നിലനിൽക്കുന്ന സമയത്താണ് ഈ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻഫെക്ഷനിലെ സമയത്ത് നമ്മൾ വാഷ് പോലെയുള്ള ഇത് വെച്ചിട്ട് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോർമൽ വാട്ടർ വെച്ച്, ടാപ്പ് വാട്ടർ വെച്ചിട്ട് മാത്രം അത് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞതുപോലെ തന്നെ നല്ല അണുക്കളുണ്ട്, അതുപോലെ മോശം അണുക്കളുണ്ട്. അപ്പം സാധാരണ നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവുന്നത് ഒരു മ്യൂക്കസ് പോലെയുള്ള ഇതായിരിക്കും സാധാരണ വജനിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. ഇതുപോലെ നമ്മൾ വൈറ്റ് ഡിസ്ചാർജ് പോലെ വരുന്നുണ്ടെങ്കിൽ ഒരു കട്ട തൈര് രൂപേണയാണ് അത് വരുന്നത്. അപ്പം അത് ചിലവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതായത് ഇച്ചിങ് ഉണ്ടാവുക, ചിലവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. ഇത് കൂടുതലാവുന്ന സമയത്ത് എന്ത് വന്നാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, ബാക്കിയുള്ള മെഡിസിൻ എടുത്ത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഷുഗർ പേഷ്യൻ്റ്, അതായത് 300-400 ഷുഗറൊക്കെ ഫാസ്റ്റിങ്ങിലുള്ളവർക്കാണ് കൂടുതലായിട്ടും വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് ഷുഗർ കുറക്കലാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. ഷുഗർ ഡൗൺ ചെയ്ത് നോർമലിൽ എത്തിക്കുന്നത് വരെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചൊരു പരിധി വരെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇൻഫെക്ഷൻ മാറുകയുള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വാഷ് ചെയ്യുന്നത്. അതായത് ഈ ഇൻഫെക്ഷനിലെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഷ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. അതുപോലെ സോപ്പ്, ഡെറ്റോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വജനൽ വാഷിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യരുത്. പിന്നെ ഇൻഫെക്ഷനിലെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ, അതായത് പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് മാത്രം വാഷ് ചെയ്താൽ മതി, ആ രീതിയിൽ. അല്ലാതെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ടാപ്പ് വാട്ടർ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ഇൻഫെക്ഷൻ ആവുന്ന സമയത്ത് ഇത് ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിക്കുക, കാരണം നിസ്സാരമായി ഇത് കാണരുത്. ഓക്കെ, താങ്ക് യു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാത്തവർക്കായി ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.